പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ഇൻഫ്ലുവൻസറെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അതിനെനിക്ക് DM-ൽ നല്ല ഭീഷണിപ്പെടുത്തലൊക്കെ. നീ മര്യാദയ്ക്ക് പോകുന്നു തോന്നുന്നില്ല, നിന്നെ തീർത്ത് കളയാൻ നമുക്കറിയാം. കുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ സെക്കൻഡ് ഡേയിൽ വീഡിയോ ഇടുവാണ്, ഇന്നവരാണ് ഇവരാണ് കാരണക്കാരെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ ഇയാൾ ആര് ജഡ്ജോ? നീലക്കുയിൽ എന്ന് പറയുന്ന മീഡിയനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കണ്ടല്ലേ, ഷാജഹാൻ നിഷാൻ അതെന്ത് മതസ്പർദ്ധ ഉണ്ടാക്കിയാണ്. ഈ സ്ഥലത്ത് കയറിയിരുന്ന് ഇവന്മാർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ വൃത്തികെട്ട പരിപാടി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശം. ഇപ്പോൾ MMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മണവാളിനെ ഓർക്കുന്ന രീതിയിൽ അത്രയും നെഗറ്റീവ് ഒരു MMA അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതാ ആര് എന്ത് കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പണ്ണാൻ തോന്നുന്നു എന്നൊക്കെ ഒരാൾ പാടുകയാണ്. അയാൾ എങ്ങനെ പാടിയാലും എന്തിൻ്റെ ഏത് വിശ്വാസത്തിൻ്റെ പേരിൽ പാടിയാലും അത് തെറ്റാണ്. ഹായ് ഹലോ നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഞാൻ ഈ സ്ട്രോങ് എന്നുള്ള ടേം എടുത്ത് പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ ചുറ്റും നടക്കുന്ന പല ഇഷ്യൂസിലും ആളുടെ ഒരു തോട്ട് അല്ലെങ്കിൽ ഐഡിയോളജി അത്രത്തോളം സ്ട്രോങ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ആ ഒരു ഗസ്റ്റിനെ നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. മരിയം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഞാൻ ആ മരിയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. ശരിക്കുള്ള പേര് പറയും, എന്താണ്? വാർത്താപ്പെണ്ണ്. അതാണ് വാർത്താപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിവിടെ ഇൻ്റർവ്യൂവിന് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓഫീസിൽ പറഞ്ഞപ്പം ഇങ്ങനെ മരിയം എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് അങ്ങനെ അത് ആദ്യം കത്തിയില്ല. രണ്ടാമതും വാർത്താപ്പെണ്ണെന്നുള്ള അറിയാം, എല്ലാവർക്കും അറിയാം. എന്താ ശരിക്കും ഈ ഒരു പേരിടാനുള്ള കാര്യം വാർത്താപ്പെണ്ണ്? ആക്ച്വലി വാർത്തകൾ എടുത്തിട്ടാണല്ലോ, അതായത് കോണ്ടന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് അങ്ങനെയുള്ള വാർത്തകളാണ്. അപ്പോൾ അതിന്റെ ബേസിൽ ഞാനൊരു പെണ്ണുമാണല്ലോ, വെറുതെ ഇട്ടതാണ്, ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിട്ടാണ്. നേരത്തെ വേറെ ഇല്ലില്ല, ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 6 months ആയിട്ടേ ഉള്ളൂ ഞാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഇട്ട ഒരു പേരാണ്. പിന്നെ ഇനി വെറുതെ ഇട്ട അന്നേരത്തെ ഒരു തോട്ടിന് ഇട്ടതാ, പിന്നെ അത് മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനോടകം ആൾക്കാർ അതിന് ഇങ്ങനെ വാർത്താപ്പെണ്ണെന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അത് ഓക്കെ, അതങ്ങ് ഇഷ്ടപ്പെട്ടു. വെരി സിമ്പിൾ ലോജിക്. വാർത്തകൾ കോണ്ടന്റ് ആയിട്ട് എടുക്കുന്നു, ഞാനൊരു പെണ്ണാണല്ലോ. ഓക്കെ, ഈ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ഓരോ കോണ്ടന്റ്സിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ വാർത്തകളെ പറ്റിയിട്ട് കോണ്ടന്റ് ആക്കി സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ബയാസ്ഡ് ആവരുത്, ഇല്ലെങ്കിൽ പറയുന്ന ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പോയപ്പോൾ ഉണ്ടായ തോട്ട്സ് എന്തൊക്കെയാണ്? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കര ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണെന്ന് ഒരു ധാരണ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അതിനുപയോഗിക്കുന്ന ആൾ, അതായത് ഞാൻ സംസാരിക്കുന്ന ആൾ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഇങ്ങനെ വാതോരാതെ സംസാരിക്കും. എനിക്കിങ്ങനെ ആക്ച്വലി ഞാനൊരു ഇൻട്രോവേർട്ടാണ്, പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതികരിക്കണം, നീതി അനീതി ഇതൊക്കെ ഭയങ്കര എൻ്റെ വിഷയങ്ങളാണ്. അപ്പം ഞാനിത് പുള്ളിയോടാണ് സംസാരിക്കാറ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കും ചില സമയത്ത്. അപ്പോൾ പുള്ളി കാര്യം ഇങ്ങനെ പറഞ്ഞു, ലൈക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ അടിയും ബഹളം ഒന്നും ഉണ്ടാകണ്ട, ഞാനൊരു ക്യാമറ വെച്ച് തരാം, നീ ഇരുന്നെങ്കിൽ സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴായിരുന്നു ചേട്ടൻ ഇത് മനസ്സിലാക്കിയത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോണ്ടന്റ് സംസാരിച്ചപ്പോഴാണോ പറഞ്ഞത്? അതായത് ഞാനൊരു നിരീശ്വരവാദിയാണ്, പുള്ളി ഒരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളും കൂടെ വന്നപ്പം ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞു, നല്ല സാധനമാണ് പറയുന്നത്, പുള്ളിക്കും ചേഞ്ച് ആകുമോ എന്നൊരു പേടിയായി തുടങ്ങി. എല്ലാ ദൈവവിശ്വാസികൾക്കും ഉള്ള ഒരു ഭയമാണ്, അയ്യോ ഞാൻ ചേഞ്ചായി പോകുമോ. കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിയുമ്പം, എല്ലാ കാര്യത്തിലും അല്ല, ഞാൻ അവരെ ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. ഓരോരുത്തരുടെ തോട്ട് പ്രോസസ്സാണല്ലോ, അതപ്പം റെസ്പെക്റ്റ് ചെയ്യാനുള്ള എല്ലാ സ്പേസും ഇടണം. അപ്പോൾ അതിൻ്റെ ബേസിൽ പുള്ളിക്ക് ചെറിയൊരു സംശയം, ഇനി ചേഞ്ചായി പോയാലോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് എന്നോട് പറയണ്ട, എനിക്ക് അവിടെ നിന്ന് പോരാൻ താല്പര്യമില്ല, എനിക്ക് അല്ലാതെ സംസാരിക്കാം, സോഷ്യൽ മീഡിയ ത്രൂ ബാക്കി എല്ലാവരോടും സംസാരിക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കണ്ടന്റ് എന്തായിരുന്നു ആദ്യം? ഞാൻ എമ്പുരാനെ കുറിച്ചാണ് വെറുതെ ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ സിനിമയെ കുറിച്ച് ഇങ്ങനെ കുറേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്, പക്ഷേ എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ള ഒരു വലിയ പ്രോബ്ലം എനിക്കുണ്ട്. മടിയാണ് ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ ചെയ്ത് ഒരു എമ്പുരാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. എനിക്ക് എമ്പുരാൻ ഫിലിം അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇഷ്ടമായി. പക്ഷെ എനിക്ക് അതിൻ്റെ കോസ്റ്റ്യൂംസ്
അതങ്ങോട്ട് എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൽ ഞാൻ സംസാരിച്ചു, ഒരു ചെറിയൊരു റീലിട്ടു. തെറിവിളി അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു, ഭയങ്കര നെഗറ്റീവ്. അപ്പോൾ എനിക്ക് തിരിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഓക്കെ, നമുക്ക് പ്രതികരിക്കാം, പിന്നെ റിയാക്ട് ചെയ്യണം. അപ്പം പ്രതികരിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് മനസ്സിലാവും. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എമ്പുരാനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് വീഡിയോ തന്നെ റീച്ചായി തന്നെയാണ്, നല്ല റീച്ചായി. ഓക്കെ. അതിനുശേഷം പിന്നെ ഏതെങ്കിലും വീഡിയോസ് വരുന്ന സമയത്ത് ഇങ്ങനെ ഇതിനെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാട്ടോ, ഇങ്ങനെ കമന്റ്സിലൊക്കെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുക അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? DM-ൽ വന്ന് ഈ അടുത്ത കാലത്ത് DM-ൽ അല്ലെങ്കിൽ കമന്റ്സിലൊക്കെ വന്ന് തെറി വിളിക്കും. ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെ കാര്യമായിട്ട് കമന്റ്സ് നോക്കാറുണ്ട് കേട്ടോ, ഈ കാര്യമായിട്ട് നോക്കാറില്ല. ഇപ്പൊ എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടില്ല. മിക്കപ്പോഴും ആരെങ്കിലും ഏറ്റെടുത്ത് പിടിക്കും, നമ്മൾ തന്നെ പിടിക്കണമെന്നൊന്നും. ആ കമന്റില് മറ്റൊരാൾ കമന്റ് ചെയ്ത് അവര് തമ്മിലായിക്കോളും. ആക്ച്വലി ഇത് നമുക്ക് റീച്ച് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ നെഗറ്റീവ് കമന്റ്സ്. അത് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് അറിയില്ല, ശരിക്കും അറിയായിരിക്കാം, പക്ഷെ എന്നാലും അവർക്ക് ഈ കൈ തരിക്കും, അവർക്ക് അത് മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു തോട്ടായിരിക്കും. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന സ്ഥലമായിരിക്കും അവരത്. അപ്പം ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററെ കുറിച്ച്, ഒരു ഇൻഫ്ലുവൻസറെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അതിനെനിക്ക് DM-ൽ നല്ല ഭീഷണിപ്പെടുത്തലൊക്കെ കിട്ടിയിരുന്നു. എന്തൊക്കെയാ ഭീഷണിപ്പെടുത്തുന്നത്? നീ മര്യാദയ്ക്ക് പോകുന്നു തോന്നില്ല, നിന്നെ തീർത്ത് കളയാൻ നമുക്കറിയാം, നിന്നെക്കുറിച്ച് വാർത്തകൾ പടച്ചുവിടാൻ നമുക്കറിയാം, എന്തൊക്കെയോ. അപ്പം ഞാൻ അതിനൊരു റിപ്ലൈ വീഡിയോ ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ പുള്ളി തന്നെ എനിക്ക് എൻ്റെ ഇതിൽ കമന്റ് സെക്ഷനിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന എൻ്റെ കാസറ്റ്, അപ്പോൾ പുള്ളി തന്നെ വന്ന് എൻ്റെ കാസറ്റ് തന്നെ വന്നിട്ട് ഒരു റിപ്ലൈ തന്നിരുന്നു കമന്റിൽ. അപ്പോൾ അതിനകത്ത് പറഞ്ഞു, ഞാൻ കാശ് മേടിച്ചത് നീ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ കാശ് മേടിച്ചെന്നാണ് നീ പറയുന്നതെങ്കിൽ അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കാം, പറയുന്നെങ്കിൽ എന്നല്ല, നീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തെളിയിച്ച് കാണിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാനൊരു റിപ്ലൈ വീഡിയോ ആയിട്ട്, എനിക്ക് അയാൾക്ക് കമന്റ് കൊടുക്കണമെന്ന് തോന്നിയില്ല. അല്ലെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്ത് മെസ്സേജ് ചെയ്യുന്നതിന് പിന്നെ കുറേ പേര് വരുന്നു, അവിടെ വന്ന് കുറേ തെറി വിളിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനൊരു റിപ്ലൈ വീഡിയോ ഇട്ടു, ഇതുപോലെ ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പറയാത്ത കാര്യം തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. അതല്ലാതെ എൻ്റെ ഉത്തരവാദിത്തമല്ല. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. നമ്മൾ കുറച്ച് ഫാക്റ്റ് ചെക്ക് എങ്കിലും, കാരണം ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ അങ്ങനെയാണെന്ന് പറയുന്നു, പുള്ളിക്കൊരു ന്യൂസ് കിട്ടുന്നു, പുള്ളിക്ക് എവിടെ നിന്നെങ്കിലും അയച്ചു കിട്ടുന്ന ഒരു ന്യൂസ്, ആ ന്യൂസ് വെച്ചിട്ട് പുള്ളി ഒരു വിധികർത്താവാകുവാണ്. അതിന്റെ ഫാക്ട്സ് ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ അതിനകത്ത് ആൾക്ക് തോന്നുന്ന തോട്ട് ഫൈനൽ ചെയ്ത് ചെയ്യാണ്. അതെ, നമ്മൾക്ക് ന്യൂസ് കിട്ടുന്നത് നമുക്ക് പറയാം, പക്ഷെ നമ്മളുടെ വിധി അതിന്റെ വിധി നമ്മളല്ല, കൺക്ലൂഷൻ നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാം, ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അഭിപ്രായം പറയാം. അത് അങ്ങനെയാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. ഇതങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വിത്ത് എല്ലാവരുടെയും ID, ലൈക്ക് ഫോട്ടോസ്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ വീട്ടുകാരുടെ പേര്, ബ്ലർ ചെയ്യാതുള്ള ഫോട്ടോസ് അല്ലേ, എല്ലാം ബ്ലർ ചെയ്യാതെ. ഈവൻ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, ആ കുട്ടിയുടെ ഫോട്ടോസൊക്കെ ബ്ലർ ചെയ്യാതെ ഒക്കെ അങ്ങ് ഇടുക. അതും പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഓക്കെ, ഒരാൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ആ മരിച്ച കുട്ടിയുടെ പോലും അത്രയും ഇയാളുടെ വിധിപ്രകാരം അയാളങ്ങ് പറയുക. അതിന്റെ കമന്റ് ബോക്സിലാണോ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്തോ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുട്ടിയുടെ ഫോട്ടോസ് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ അവരുടെ കമ്മ്യൂണിറ്റിയിലും അങ്ങനെ കാണിക്കണം എന്ന് അവർക്ക് ആഗ്രഹമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. അതുകൂടാതെ ഈ കുട്ടി ഇങ്ങനെ ഒരു മരിച്ച അവസ്ഥയിൽ ഇതിന്റെ ഇടുന്ന വീഡിയോ സെക്കൻഡ് ഡേ ആണ് ഇടുന്നത്. നെക്സ്റ്റ് ഡേ ഇടുവാണ്. അതിന് FIR പുള്ളി പറയുന്നുണ്ട്, FIR പോയി ചെക്ക് ചെയ്യാൻ. FIR വെച്ചിട്ടാണ് പുള്ളിയുടെ ഇതിന് മുമ്പുള്ള, പുള്ളി ഒരു 6 months മുമ്പ് പുള്ളിക്ക് കുറേ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് FIR വെച്ചിട്ടാണോ ബാക്കി എല്ലാവരും ഓക്കെ, FIR-ൽ ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് ആളെ നമ്മൾ ഇതാക്കല്ലോ. അങ്ങനെ FIR-കളും പരാതികളും വെച്ചിട്ട് ഈ ലോകത്തെ മുഴുവൻ വിധിക്കാനിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും നിൽക്കില്ല. നമുക്ക് എല്ലാവർക്കും എതിരെ ആൾക്കാർക്ക് കേസ് കൊടുക്കാം, ജഡ്ജ് ചെയ്യാം. അത് ഇൻസ്റ്റന്റ് ജസ്റ്റിസ്. കാരണം ഇപ്പം പുള്ളി തീർന്ന വിഷയങ്ങൾ, ഈവൻ കോർട്ടിൽ തീർന്ന വിഷയങ്ങൾ വരെ പുള്ളി കൊണ്ടുവന്നിട്ട് ഇതാണ് അതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതൊരു കോണ്ടന്റ് ആക്കി ഇടുന്നുണ്ട്. പിന്നെ എന്തിനാണ് സുപ്രീം കോർട്ട്?
കോട്ട് എന്തിനാണ്? ഇങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരില്ലേ? ആന്നേ, ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു വിഷയം വരും. ഞാനിത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. കണ്ടില്ലേ, അവന് കിട്ടേണ്ടതാ. കാരണം ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നു, അത് ഞാൻ ഭയങ്കര എന്താ പറയുക, സമൂഹത്തിലെ ഒരാളെ തുറന്ന് കാണിച്ചുകൊണ്ടൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്നു. അവരുടെ സൈഡൊന്നും നമുക്കറിയില്ല. എൻ്റെ വിധി പ്രകാരം ഞാനൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നി അത് അങ്ങനെയായിരിക്കും എന്ന് ഞാനത് പറയുന്നു. ഞാൻ അഭിപ്രായം പറയല്ല, ഞാൻ വിധിക്കുന്നു. വിധിച്ചതിന് ശേഷം ഓർക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ഇത് കാണുന്നുണ്ട്, നല്ല രസമുണ്ട്, കിങ്ങിണി ഇത് കണ്ടു, ഓ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട്, രക്തമൊക്കെ അങ്ങ് തിളച്ച് കയറും. പക്ഷെ കിങ്ങിണിക്ക് ഇതേ ഒരു അനുഭവം വരിക. കിങ്ങിണിക്ക് പറയാൻ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഇതിൻ്റെ ഈ സിറ്റുവേഷനിലേക്ക് എത്തിയത് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും അനുവദിക്കാതെ കിങ്ങിണിക്കെതിരെ ഒരാൾ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ പുറത്ത് ആ കേസ് കൊടുത്ത ആളെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പരാതി പറഞ്ഞ ആളെ വെച്ചിട്ട് അയാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഒരാൾ വീഡിയോ ചെയ്യുകയാണെങ്കിലോ? പിന്നെ ഉറപ്പായിട്ടും നല്ല രസം. അത് എന്തൊക്കെ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. കമൻറ്റ് ചെയ്യുന്നവർക്കും കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയാൻ പറ്റില്ല. ഓക്കെ, അവിടെയാണ് ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര വലിയ ഫ്ലോപ്പ് ആവുന്നത്. ഈ എൻ്റെ കേസിട്ട് ഇതിന് ശേഷം രണ്ടാമത്തെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും? ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഇനി ഒരു ഫ്രസ്ട്രേറ്റഡ് വീഡിയോ നിങ്ങളിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇൻഫേമസ് ആയിട്ടുള്ള ഒരു റീച്ച് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആള് പിന്നെ റിയാക്ട് ഒന്നും ചെയ്ത് വന്നിട്ടില്ല. പുള്ളിയുടെ ഭാഗത്ത് പുള്ളിക്ക് തന്നെ അറിയാമല്ലോ, പുള്ളി ഒരു കാര്യമില്ലാത്ത കാര്യമാണ് വന്നിരുന്നത് ആ കോമന്റിൽ എഴുതിയത്. അത് എഴുതിയില്ലായിരുന്നെങ്കിലും പ്രോബ്ലം ഇല്ലായിരുന്നു. അത് എഴുതിയത് കൊണ്ട് തന്നെയാണ് പ്രോബ്ലം. പുള്ളിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നവരുടെ എല്ലാ എൻട്രി വന്നിട്ട് ഇതുപോലെ റിപ്ലൈസ് കൊടുത്തു. ആക്ച്വലി റീസെന്റ് അല്ലേ പുള്ളിക്ക് എതിരെ ഇത്രയും വീഡിയോസ് വരുന്നത്. ആക്ച്വലി പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇത്രയും റീച്ച് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫോളോവേഴ്സ് ആൾക്കുണ്ട്. 650K ഉണ്ടായിരുന്നു ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം 610 ആയി കുറഞ്ഞിട്ടുണ്ട്. 40K കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളും ആളുടെ വീഡിയോസ് എല്ലാം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഏത് പോയിന്റിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഇതങ്ങനെ അല്ലാതെ മനസ്സിലാക്കിയത്? ഞാൻ ആദ്യം പുള്ളി ഒരു ഡ്രഗ് മാഫിയനെ റിവീൽ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ആയിരുന്നു. അപ്പൊ അതൊന്നും ആരുടെയും കിട്ടാത്ത കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. അത് നല്ല കാര്യമാണ്. ഓക്കെ, ആ ഡ്രഗ് മാഫിയയുടെ കാര്യങ്ങളും ഒരു പ്രത്യേക ആൾക്കാരെ, ഈ പ്രത്യേക ആൾക്കാർ മാത്രമല്ല ബാംഗ്ലൂർ ഡ്രഗ് മാഫിയ ആയിട്ട് നടത്തുന്നത്. കുറേ ഗ്യാങ് ഉണ്ട്. ശരിക്കും ഇതിപ്പോൾ പറയുന്നത് ഗ്യാങ് വാറിന്റെ ഭാഗമാണ് ഈ വെളിപ്പെടുത്തൽ പോലും എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കണം. എനിവേസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പതിയെ പുള്ളിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി ഇടുന്ന കോണ്ടന്റിൻ്റെ എല്ലാം BGM ആയിട്ട് വരുന്ന ഡോക്യുമെൻ്ററി മ്യൂസിക്കാണ്. ഈ ഡോക്യുമെൻ്ററി മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ്. പുള്ളിയുടെ മ്യൂസിക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ കിങ്ങിണി ഇട്ട് കഴിഞ്ഞാൽ കിങ്ങിണിക്ക് ആ റീച്ച് കിട്ടൂല. കിങ്ങിണി ഇടുന്ന BGM വേറെയാണെങ്കിൽ നോർമലായിട്ട് ഇരുന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്താലും കിട്ടൂല. നമ്മുടെ പ്രസന്റേഷന്റെ ഒരു മെത്തേഡ് വേറെയാണ്. പ്രസന്റേഷൻ കൊണ്ടല്ല, ആ BGM എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന BGM ആണ്. അത് നോർത്തിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനത്തെ BGM ഇട്ടിട്ട് 1 million 2 million 3 million. ഇതിനോട് ഞാൻ യോജിക്കുന്നു. ബിക്കോസ് ഞാൻ ഫസ്റ്റ് എൻ്റെ കാസറ്റിൻ്റെ ഒരു വീഡിയോ ഫുള്ള് കണ്ടത് ഈ പറയുന്ന ഡ്രഗിൻ്റെ എന്തോ ആണ്. അപ്പം ഞാൻ ആള് പറയുന്നത് എന്താ അതറിയാൻ വേണ്ടി ഞാൻ ആളുടെ അക്കൗണ്ടിൽ കയറി വീഡിയോസ് നോക്കി. ശരിയാണ്, കാര്യം എനിക്കും ഒരു ന്യൂസിൻ്റെ ഫുള്ള് കാണണം, അല്ലെങ്കിൽ ആളിടുന്ന കോണ്ടന്റ് ലാസ്റ്റ് വരെ കാണണം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അത് 100% കറക്റ്റായിട്ടോ പറഞ്ഞത്. ആ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സാധനം. പിന്നെ പുള്ളി വന്നിട്ട് വിത്തൗട്ട് എനി എന്താ പറയുക പ്രിപ്പറേഷൻ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, നേരെ വന്നിട്ട് എന്തോ സത്യം വിളിച്ചു പറയാൻ വേണ്ടി സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാണ്. അപ്പോൾ നമുക്ക് തോന്നുവാണ് ലൈക്ക് ഈ പുള്ളിക്ക് ഈ സത്യം പറയാനുള്ള ത്വര കൊണ്ട് പറയുന്നെന്നുള്ള ഒരു ഫീല്. ഇതൊന്നും ഞാൻ കുറ്റം പറയല്ല, പല രീതിയിലാണ് കോണ്ടന്റുകൾ ആൾക്കാർ റീച്ച് ആക്കാൻ നോക്കുന്നത്. അതിലൊരു മെത്തേഡാണ് പുള്ളി ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നോർത്തിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇതുപോലത്തെ ഡോക്യുമെൻ്ററി മ്യൂസിക് ഇട്ടിട്ട് ഇഷ്ടം പോലെ. അത് പക്ഷെ അവർ ചെയ്യുന്നത്, അവരൊന്നും ജഡ്ജസ് ആയിട്ടല്ല ഇരിക്കുന്നത്. അവരൊക്കെ ഈ പുള്ളിയുടെ ഈ ഡ്രഗ് ഇഷ്യൂസ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, പഴയ വീഡിയോസാണ്. ഇപ്പം പുള്ളിയുടെ പേരെന്താ, OG സുനിൽ, പുള്ളിയുടെ വീഡിയോസ്, പുള്ളിയുടെ ഒരു സാധനം റിവീലിംഗ് വീഡിയോസ് ഒരു സാധനം ചെയ്തു. ഈ സംഭവം ഓൾറെഡി വേറൊരാൾ പറഞ്ഞു വെച്ച പോഡ്കാസ്റ്റ് ആണത്. ഒരു പോഡ്കാസ്റ്റിൽ ഒരു പുള്ളി ഇരുന്ന് പറയുന്നതാണ്.
ആ അതുപോലെ കോണ്ടന്റ് എടുത്തിരിക്കുകയാണ് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഈ കാര്യം വിളിച്ചു പറയാണ്. ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ പക്ഷേ ആ പോഡ്കാസ്റ്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ റീച്ച് ഇതിന് കിട്ടി. ബിക്കോസ് ഇതൊരു ഡോക്യുമെന്ററി പോലെ ആ ഡോക്യുമെന്ററി മ്യൂസിക് ഇട്ടിട്ട് ഇത് തള്ളുകയാണ്. ഇത് തെറ്റൊന്നുമല്ല. ഒരാൾ കണ്ടന്റ് ചെയ്ത് അത് ചെയ്തു ഇത് ചെയ്തു അതൊന്നും തെറ്റില്ല. ഇതേപോലെ തന്നെ പുള്ളി ഒരു ഹോട്ടലിൻ്റെ വീഡിയോ ഇട്ടു. ഒരു 2 പെൺകുട്ടികൾ എറണാകുളത്ത് മരിച്ച വീഡിയോ കണ്ടില്ലാന്ന് തോന്നുന്നു. അത് ആക്ച്വലി കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു. ഭയങ്കര കാർ റേസ് ഇത് പോയിട്ട് ഇടിച്ചിട്ട് കാർ ആക്സിഡന്റ് മരിച്ച. അപ്പം അങ്ങനെ ഹോട്ടൽ 18 അങ്ങനെ കണ്ടൊരു മിസ് കേരള കോണ്ടസ്റ്റൻസ് ആയിരുന്നോ? അൻസി കബീറും അതന്നെ. ആ വീഡിയോയിൽ അതിന് മുമ്പ് പുള്ളി വേറൊരു പേരാ പറഞ്ഞിരുന്നത്. എന്നിട്ട് പുള്ളി അതിന് സോറി പറയുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു ഹോട്ടലിന്റെ പേരിന് പകരം വേറൊരു ഹോട്ടലിൽ. അപ്പൊ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതൊന്നും പുള്ളി നോക്കുന്നില്ല. പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടുന്നു പുള്ളി ചെക്കിംഗ് ഇല്ല, വരുന്നു പറയുന്നു. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ബാക്കി ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്നു. ഈ പറയുന്ന കുട്ടികളുടെ ഇപ്പം കാമുകൻ തേച്ചത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. ഇവരുടെ എല്ലാ ഫോട്ടോസും കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഒന്നും സത്യാവസ്ഥ ഞാൻ പറഞ്ഞില്ല. സെക്കൻഡ് ഡേയിൽ ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്തതിന്റെ സെക്കൻഡ് ഡേയിൽ വീഡിയോ ഇടുവാണ്. ഇന്നതാണ് ഇന്നവരാണ് ഇവരാണ് കാരണക്കാരെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ ഇയാൾ ആര് ജഡ്ജോ? ഇയാളായ പോലെ ഫുള്ള് കോടതിയും പോലീസും എല്ലാം ഇയാൾക്ക് തന്നെ ആയ പോലെ. അത് പാടില്ല. ആക്ച്വലി അത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഇടുവാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ഇത് നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ പഠിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വരുമ്പോഴേ അറിയുള്ളൂ. അതായത് ഓപ്പോസിറ്റ് നമ്മളെ ഓഡിയൻസിന് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഇതേ പ്രോബ്ലം എന്നെക്കുറിച്ചോ കിങ്ങിനെക്കുറിച്ചോ ഒരാൾ ഒരു കാര്യം പറയുകയും ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുന്ന ആളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഒരു വീഡിയോ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് സത്യം എന്താണെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. ഒരു കുടുംബം മുഴുവൻ പോവുകയാണ്, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കി നിൽക്കുകയാണ്. പക്ഷെ നല്ല കാര്യമല്ലേ, അവൻ ചെയ്തേനല്ലേ. അവൻ എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. ഇയാൾ പറഞ്ഞത് മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ആ കുട്ടിയുടെ കാര്യം പറഞ്ഞതിനകത്ത് എന്താ പറയുക, കുട്ടി കോളേജിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ആ കുട്ടി താമസിച്ചിരുന്ന ഹോസ്റ്റൽ PGയുടെ മുകളിൽ നിന്നാണ് കുട്ടി. ആ ഒരു സംഭവം അവിടെ നടക്കുന്നത് ആ ഹോസ്റ്റൽ PGയിൽ വെച്ചാണ്. പക്ഷെ പറഞ്ഞതിൽ കോളേജായി. ഒരു ജസ്റ്റ് ഒരു വാക്ക് പോലും നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ട് വേണം പറയാൻ. നമ്മൾ ആലോചിച്ചിട്ട് പഠിച്ചിട്ട് കുറച്ചുകൂടെ ഒരു സാവകാശം എടുത്താലും. ഞാൻ പറഞ്ഞില്ലേ, ഇതേ കാര്യം പഴയ ഈ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ പലതും ഇപ്പം ഈ ഒരു കേസിൽ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ വേറെ ആൾക്കാർ ചെയ്തു വെച്ച് ന്യൂസ് ഇപ്പം എല്ലാവരും വന്നിട്ട് പറയും, എൻ്റെ കാസറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്ന പല ന്യൂസുകളും ഇതിന് മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മീഡിയാസ് കൊണ്ടാടിയ ന്യൂസാണ്, ആൾക്കാർ കൊണ്ടാടിയ, ഇൻഫ്ലുവൻസേഴ്സ് കൊണ്ടാടിയതാണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൊണ്ടാടിയതാണ്. ഈ ന്യൂസുകളെല്ലാം കൂടെ വെച്ച് പുള്ളി ഒരു ജഡ്ജ്മെന്റിൽ ഈ ഡോക്യുമെന്ററി മ്യൂസിക് വിട്ട് പെട്ടെന്ന് വന്ന് പറയുമ്പോൾ ക്യാമറ എടുത്ത് വെച്ചിട്ട് പറയുന്ന ഒരു സംഭവം വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആളാണ് ആദ്യം ഈ സാധനം കൊണ്ടുവരുന്നത്. ഓക്കെ ഫൈൻ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതുപോലെ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാ സ്റ്റോറീസ് ഇടുന്നുണ്ട്. DM4 പെയ്ഡ് പ്രൊമോഷൻ. അത് ആക്ച്വലി പുള്ളി വേറെ പ്രൊമോഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ സ്റ്റിൽ നമ്മൾക്ക് അവിടെയാണ് പുള്ളി കാശ് മേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആൾക്കാർക്ക് സംശയം വന്നത്. പക്ഷെ എനിക്ക് അറിയേയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ എൻ്റെ കോമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും കാണാം ഇതിൻ്റെ അടിയിൽ മുഴുവൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ല. അവിടെയാണ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയി. ഞാൻ പറഞ്ഞിട്ടുമില്ല, അവിടെയാണ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ കാശ് മേടിക്കുന്നുണ്ടെന്ന് നീ തെളിയിക്കണം. ഞാനെന്തിന് തെളിയിക്കണം? അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ, നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദ നെക്സ്റ്റ് വൺ, വെരി റീസെന്റ് മണവാളന്റെ വീഡിയോ. എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? മണവാളിൻ്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണവാളിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കില്ലായിരുന്നു. എൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MMA ഫൈറ്റ് അത് കണ്ടു ഞാൻ മണവാളന്റെ അല്ല, ഞാൻ ഈ ഇഷ്യൂ വന്നപ്പം ഞാൻ സെർച്ച് ചെയ്ത് അതിനെ പറ്റി മനസ്സിലായില്ലേ എന്താന്ന്. അവരെത്ര വർഷങ്ങളുടെ എഫോർട്ട് എടുത്തിട്ട് ട്രെയിനിങ് നടത്തി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇറങ്ങി കയറുന്നവരാ. ഒരുതരം അവരുടെ അത്രയും നാളത്തെ ഹാർഡ് വർക്കിനെയും എല്ലാത്തിനെയും ഒരുതരം
ഇപ്പൊ MMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മണവാളിനെ ഓർക്കുന്ന രീതിയിൽ അത്രയും നെഗറ്റീവ് ഒരു ഈ ഒരു സംഭവത്തെ എത്തിക്കുക, അത്രയും പേരുടെ ഹാർഡ് വർക്കിന് വിലയില്ലാതാവുകയാണ്. അത്രയും മണവാളൻ എന്തെങ്കിലും ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലേ? അതിനകത്ത് ലൈക്ക് അവർ തന്നെ പറയുന്നുണ്ട്, ഇത് ഞങ്ങള് MMA അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതാ ആര് എന്ത് എവിടെയോ റിങ് കെട്ടി നടത്തിയ ഒരു. അതെ, അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലല്ല റിങ് ചെയ്തിരിക്കുന്നത്. കുറേ ഇതുപോലെ നീലക്കുയിൽ എന്ന് പറയുന്ന മീഡിയനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കണ്ടന്റായി. ഓക്കെ, ഇതുപോലുള്ള ഇപ്പം മണവാളനും നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നു എബോ ഒരു 500K എന്തായാലും കാണുമെന്ന് തോന്നുന്നു. അപ്പം ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ല, ഇത്ര ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഇതുപോലുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് ഫേക്ക് കോണ്ടന്റ്സ് ഇടുമ്പം ഇവരോടൊക്കെ എന്താ തോന്നാറില്ല, എന്താ പറയാൻ തോന്നാറ്? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ പണ്ട് ഇങ്ങനെ കാണിക്കുന്നവരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തും. അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോട്ടെ അങ്ങനെ. പക്ഷെ ഇപ്പം അതല്ല. കോവിഡിന് ശേഷമുള്ളതെന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോപ്രായത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റീച്ചാണ്. റീച്ച് കൊണ്ട് നമുക്ക് ജീവിക്കാം, കാരണം പണം കിട്ടും. പ്രമോഷൻസ് ഇപ്പം ഒരു നെഗറ്റീവ്, പണ്ടൊക്കെ ഒരു നെഗറ്റീവായിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ ഒരാളെ വേറൊരു സമൂഹത്തിൽ വേറൊരു നല്ല കാര്യത്തിനൊക്കെ വിളിക്കൂല. ഇവിടെ നേരെ തിരിച്ചാണ്. നെഗറ്റീവായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും റീച്ചും വ്യൂ ഉള്ള ഇനോഗ്രേഷന് വിളിക്കും, എല്ലാത്തിനും വിളിക്കും. കാരണം മനുഷ്യൻ കുറെ കൂടെ നെഗറ്റീവ് കാണാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിലൂടെ ഇവർക്ക് വരുമാന മാർഗം കിട്ടും. അങ്ങനെ ഒരു സംഭവമാണ് ഇവർക്ക് ബേസിക്കലി ഉള്ളത്. ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു മണവാളൻ ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാവരുടെയും ഒരു ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്പെഷ്യലി എല്ലാവരുടെയും എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഡ്രീമാണ് ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസിൽ കയറി പറ്റുക എന്നുള്ളതായിരിക്കാം ഇങ്ങനെ കുറെ നെഗറ്റീവ് സംഭവങ്ങളിലൂടെ. അടുത്തൊരു സ്റ്റെപ്പ് അവിടേക്കാണ്. അവിടെ വരുമ്പോൾ മാറും. അവിടെ വരുമ്പോൾ ഈ നെഗറ്റീവ് കൊടുത്തതിൻ്റെ ഒക്കെ പിന്നെ ചിലപ്പോൾ പോസിറ്റീവ് ആകാം. പോസിറ്റീവ് കൊടുത്തുകൊണ്ടിരുന്നവർ അവിടെ ചിലപ്പോൾ നെഗറ്റീവ് ആവാം. കാരണം അവിടെ വേറൊരു സ്ഥലമാണല്ലോ. അതൊരു കംപ്ലീറ്റ്ലി മലയാളികളെ ഇപ്പം എന്താ പറയുക അഡിക്ഷനിലേക്ക് കൊണ്ടുപോയി, ഒരു ടോക്സിക് അഡിക്ഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരു സംഭവമാണ്. ആൾക്കാർ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാൻ മേലാതെ ടോർച്ചർ ചെയ്യുന്നതുകൊണ്ട് പുറത്ത് ഇപ്പം രേണു സുധി പോലത്തുള്ള കണ്ടസ്റ്റൻസ് പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇരുന്നിട്ട് അവിടെ പോയതിനു ശേഷം കുറച്ച് പോസിറ്റീവ് ആയിട്ടുണ്ട്. എന്നാൽ പോസിറ്റീവ് ആയിരുന്ന മസ്താനി പോലുള്ള ആൾക്കാർ അവിടെ ചെന്നതിന് ശേഷം നെഗറ്റീവ് ആയിട്ടുണ്ട്. ആൾക്കാരുടെ ലൈഫിൽ തന്നെ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് വരുത്താൻ പറ്റുന്ന ഒരു റിയാലിറ്റി. ഇത് അവരുടെ ലൈഫിൽ മാത്രമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഈവൻ നമ്മൾ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല സ്ഥിരമായിട്ട്, പക്ഷേ എൻ്റെ റീൽസിൽ സജഷൻ ഇങ്ങനെ ഇപ്പം ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നാളെ അല്ല ഇപ്പം ഞാൻ അവിടെ ചെന്ന് എൻ്റെ മൊബൈൽ എടുക്കുമ്പോൾ അതിൽ കാണും ബിഗ് ബോസിന്റെ ഒരു 10 വീഡിയോ ഉറപ്പായിട്ടും. അങ്ങനെ സജഷൻസ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം. നമ്മളെ ഒരു ദിനം നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മൾ ഫോഴ്സ്ഡ് ആണ്, നമ്മളത് കാണണം. ഇത് കുറേ പേരിലേക്ക് കുറേ സാധനം ടോക്സിക് ആയിട്ടുള്ള കുറേ സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രായമായവരിലും. അതുപോലെ തന്നെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലും ആൾക്കാരെ ബയാസ് ആയിട്ട് വിധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റേ കുട്ടികളിൽ, കാരണം പേരൻസ് കാണുമ്പോൾ കുട്ടികളും കാണും, സ്വാഭാവികമായിട്ടും എത്തുകയാണ് കുട്ടികളിലേക്ക്. പിന്നെ ഇതൊന്നും അല്ലാതെ ഇനി പേരൻസ് കണ്ടില്ലേലും കുട്ടികൾ സ്കൂളിലൊക്കെ ചർച്ച ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ റീൽസ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇപ്പൊ അടുത്തുള്ള കുട്ടികളൊക്കെ, അവരെ കാണുമ്പോൾ പറയണം, ഇവരെ കാണുമ്പോൾ പറയണം, എനിക്ക് ഇവരെയാണ് ഇഷ്ടം. അപ്പൊ എല്ലാവരും ഇങ്ങനെ കണ്ട് ഫാൻ ബേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയറിലെ ജാസ്മിൻ ആർക്കും ഇഷ്ടമല്ലാതിരുന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും അധികം സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഓക്കെയാണ്. പക്ഷെ ആ ഒരു ടൈമിൽ അവരതിലൂടെ വേണം കടന്നു പോകാൻ. ഞാൻ നേരത്തെ മറിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ റീച്ചിന്റെ കാര്യം പറഞ്ഞപ്പം ആറട്ടണിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ആറട്ടണിന് റീച്ച് കുറവായതിന്റെ പുറത്താണ് ആൾക്ക് ക്യാൻസർ എന്നുള്ള ന്യൂസ് ഉണ്ടാക്കിയത്, ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയത്. എത്ര ചീപ്പായിട്ടുള്ള കാര്യമാണെന്ന്. കാരണം ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കിയാൽ മതി, എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ സോഷ്യലി നമ്മൾ മാറ്റി നിർത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, നമ്മളാണ് ആൾക്കാർ, നമ്മളാണ് ഇത് കണ്ടുവിടുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ സംസാരിക്കുന്നു അങ്ങനെ. പക്ഷെ ഇവർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. ഈ ഇപ്പം ഷാജഹാൻ ആൻഡ് നിഷാൻ അതെന്ത് എന്താ പറയാ മതസ്പർദ്ധ ഉണ്ടാക്കിയാണ്. അത്രയും ചീപ്പായിട്ടുള്ള ഒരു
സ്ക്രിപ്റ്റഡ് സാധനം. ഇവർ മൊത്തത്തിൽ സ്ക്രിപ്റ്റഡ് ആണ്, 100% സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല PSG and അങ്ങനെ ഞാൻ ഇതിനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനെ ബേസ് ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇവര് തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഈ അപ്പുറത്തിരുന്നത് ഇപ്പം കിങ്ങിണി അവിടെ ഇരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് ഉറപ്പാണ്, നമ്മൾ രണ്ടുപേരും ഈ ലൈൻ ക്രോസ് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുക. അത് കാണുന്ന ഈ ലൈനിൽ നിൽക്കുന്നവർക്കാണ് ഭയങ്കര സന്തോഷം, ആവേശമല്ല അടി. അവരങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുന്നു, അവർക്കൊരു കോണ്ടന്റ് കിട്ടേണ്ട ഒരു സുഖമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. അങ്ങനെ ബഹളം. പക്ഷെ ഇവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്. ഞാൻ നിന്റെ വീടിന്റെ മുന്നിലുണ്ടെന്ന് പറയുന്ന ഒരാള്, ഞാൻ വന്നിട്ടുണ്ട്, നീ വിറകി വാടാന്ന് പറയുന്നു, എന്നിട്ട് ഇയാൾ പോകുന്നു, മറ്റേയാൾ വീണ്ടും അപ്പുറത്ത് പോകുന്നു, വീടിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു, ഇറങ്ങുന്നു, പോകുന്നു. പക്ഷെ ഇവർ തമ്മിൽ കാണില്ല. തമ്മിൽ വീഡിയോയിലൂടെ മാത്രം സീരിയലൊക്കെ കാണുന്ന പോലെ ഇറങ്ങുന്നവരുണ്ട്, ബാക്കിയില്ല. നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കും, ആ സ്ക്രിപ്റ്റ് കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ, ഞാൻ ഇതുകൊണ്ടൊന്നും ഞാൻ വീഡിയോ ചെയ്യില്ല. ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ചീപ്പായിട്ടുള്ള കാര്യം. അത് ഇന്ത്യ എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്ന ഒരു ചെറിയ മതത്തിൽ നിന്ന് ഒരു ഇച്ചിരി ഒരു തീപ്പൊരി എടുത്തിട്ട് കൊടുത്ത് അപ്പം കത്തിക്കോളും. ഈ സ്ഥലത്ത് കയറിയിരുന്ന് ഇവന്മാർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ വൃത്തികെട്ട പരിപാടി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം. ഞാൻ മരിയമ്മിൻ്റെ വീഡിയോയിലാണ് ഞാനൊരു സാധനം കാണുന്നത്, ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ല. കൊടുങ്ങല്ലൂർ ഭരണി, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇത് കണ്ടിട്ട് ഞാൻ പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് കണ്ടു. നമുക്ക് ആ ഒരു സാധനം പറയാൻ അറിഞ്ഞുകൂടാ. ട്രോമയാകുവാണോ, ഛർദ്ദിക്കാൻ വരുവാണോ, എന്തൊക്കെയോ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. അത് ഇപ്പം പർട്ടിക്കുലർ ഒരു റിലീജിയൻ, ഞാനും ഇപ്പോൾ ഹിന്ദു തന്നെയാണ്, പക്ഷെ ആ ഒരു റിലീജിയൻ്റെ വിശ്വാസത്തെ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ വിശ്വാസത്തെ അല്ല എടുത്ത് അവിടെ സംസാരിച്ചത്. ഞാൻ കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പണ്ണാൻ തോന്നുന്നു എന്നൊക്കെ പറയാന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ ഞാൻ മുന്നേ പറഞ്ഞ സംഭവം ചെയ്യാൻ തോന്നുന്നു. ഒരാൾ പാടുകയാണ്, അയാൾ എങ്ങനെ പാടിയാലും ഏത് വിശ്വാസത്തിൻ്റെ പേരിൽ പാടിയാലും അത് തെറ്റാണ്. അത് ഒരു എന്താ പറയുക, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ആണെങ്കിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് വിശ്വാസത്തേക്കാൾ ഉപരി എനിക്കിതിനോട് പ്രതികരിക്കണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വിശ്വാസികളുടെയും വിശ്വാസത്തിനെതിരല്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ കാണിക്കുന്ന കാര്യങ്ങൾ, കാട്ടിക്കൂട്ടലുകളല്ല, അതിക്രമം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു. അവിടെ കുറേ പേര് എനിക്ക് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് സപ്പോർട്ടായിട്ട് വന്നു. അതായത് ഈവൻ ഭരണി പാട്ടിന് സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഈ ഒരു കാര്യത്തെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ചിലർ പറഞ്ഞു ഇതുപോലെ അതൊരു വിശ്വാസമല്ലേ, അതിനെ എന്തിനാ എന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വിശ്വാസം എന്നുള്ളതിന് ഈ വിശ്വാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഭരണിപ്പാട്ടെന്ന് പറയുന്നത് പണ്ട് ഈ മേലാളന്മാർ, ഈ ഉന്നത കുലജാതന്മാരെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഈ അമ്പലത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടി അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന കാലത്ത് അവരെ ഓടിക്കാൻ വേണ്ടി ദേവിക്ക് വേണ്ടി ശരിക്കുള്ള ഹിസ്റ്ററി അതാണ്. എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ദേവിയുടെ പേരിൽ ഇതിപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെന്ന് പറയും ആൾക്കാർ. അതല്ല, എല്ലാ ഹിസ്റ്ററിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് വേർഷൻസ് ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ഇതാണ് യഥാർത്ഥമായിട്ടുള്ളത്. അതായത് അവര് പാടി തുടങ്ങിയ ഒരു സംഭവമാണ്. അവർക്ക് ഈ തെരുവിൽ കേൾക്കുമ്പോൾ ഇവർ ഓടും. സോ ഇവർക്ക് ഈസിലി ഇതിലേക്ക്, അപ്പോൾ അത് ദേവിയുടെ പേരിൽ അതൊരു ദൈവപൂജ പോലെ ഇവർ ചെയ്യാൻ തുടങ്ങിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രം പിന്നെ വന്ന് ഇപ്പം ഇങ്ങനെയായി. ഇത് ഇപ്പം സതി എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു സതി. ഞാൻ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സതി എന്ന് പറയുന്ന ഒരു സംഭവം. ഈ സതി എന്ന് പറയുന്ന സംഭവം എന്നാണ് നിർത്തലാക്കിയത്, എന്തിനാണ് നിർത്തലാക്കിയത്? ഇതേപോലെ നിർത്തലാക്കാവുന്നതേ ഉള്ളൂ. ഈ സംഭവം ഇങ്ങനെയുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഇത് നിർത്തലാക്കുക തന്നെ വേണം. നമ്മുടെ ശബരിമല ഇഷ്യൂ ഒക്കെ റീസെന്റ് വന്ന് അതൊക്കെ നമുക്ക് അതിനകത്തൊക്കെ ഒരുപാട് ചേഞ്ച് വന്നില്ലേ? അതുപോലെ എനിക്ക് തോന്നുന്നു അതിനെക്കാളും മുന്നേ ചേഞ്ച് വരേണ്ട കാര്യമായിരിക്കും ഇത്. കാര്യം നമ്മൾ ജസ്റ്റ് ഇതിപ്പോ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നോക്കിയാൽ പെൺകുട്ടികളുടെ ഇങ്ങനെ പ്രൈവറ്റ് പാർട്സിനെ വെച്ചിട്ട് ഇത് ഭയങ്കര മെജോറിറ്റി
മെജോറിറ്റി 99% പാട്ടുകളും അത് തന്നെയാണ്. കാര്യം ഞാനിത് ചോദിക്കുമ്പോൾ ഞാനും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു, അറിയാത്തവർ വേണമെങ്കിൽ സെർച്ച് ചെയ്തു. ഫുള്ള് ലൈക്ക് തെറി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വലി വിളിക്കുന്ന തെറികളൊന്നും അല്ല, ഫുള്ള് പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്സ് ആണ് അതിൽ പറയുന്നത്. ഇതിൽ സന്തോഷം ഇങ്ങനെ ദേവിക്ക് വേണ്ടിയാണ്, ഇതിൽ സന്തോഷം കിട്ടുന്ന ഒരു ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനുഷ്യനുണ്ടാക്കിയത് മാത്രമാണ്. ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ആ ദേവിയെ പറയുന്നുണ്ട്, കൊടുങ്ങല്ലൂർ ഒരു അമ്മയെ പറ്റി തന്നെ പറയുന്നത് തെറിയാണ്, വൃത്തികേടാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു മറിയം ശ്രദ്ധിച്ച കാര്യം തന്നെ ആയിരിക്കും, പെൺകുട്ടികളും സ്ത്രീയും ഇതിന്റെ കൂടെ നടന്ന് പാടുന്നുണ്ട്. അവർക്കുണ്ടാവില്ലേ ഒരു കുട്ടി? പിന്നെ ഈ പാടുന്ന ആൾക്കുണ്ട്, ഈ പാടുന്ന ആൾ ഒരു മുത്തശ്ശന്റെ പ്രായമെങ്കിലും വരുന്ന, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഈ പാടുന്ന ആളുടെ ഒരു മുത്തശ്ശനായിട്ട് വേണമെങ്കിൽ കൂട്ടാം. കാരണം അതുപോലെ ഏജുള്ള ഒരാളാണ്, ചുറ്റും നടന്ന് പാടുകയാണ്, എൻജോയ് ചെയ്യാണ്. അതിന് താളം പിടിക്കാനും സ്ത്രീകളുണ്ട്, കൈകൊട്ടാനും സ്ത്രീകളുണ്ട്. അയ്യോ ശരിക്കും അത് ഭയങ്കര ഓർക്കുമ്പോൾ തന്നെ എന്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഞാൻ ആ സാധനം കാണുമ്പോൾ തന്നെ, ഇത് ആക്ച്വലി ഇതൊരു പഴയ വീഡിയോ ആണ്, ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതെന്താണ് ഇത്രയും നാട് നശിച്ചോ? അപ്പോഴാണ് ഇങ്ങനെ ഭരണി പാട്ടിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്യുന്നതും കുറേ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഓക്കെ എന്തു ആയിക്കോട്ടെ, വിശ്വാസത്തിൻ്റെ പേരിൽ എന്ത് ഇതും കാണിക്കാം എന്നുള്ള, ഇതിപ്പോൾ പറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ ഒരു കുട്ടീനെ വെച്ചിട്ട് ചെയ്യുന്നത് അത് തെറ്റ് തന്നെ, ഭയങ്കര മോശമാണ്. കുട്ടിയും ജെൻഡറും കളറും എല്ലാം പറയുന്നുണ്ട് അതിൽ ഇഷ്ടം പോലെ. ഞാൻ ഇന്നലെ വീഡിയോ കണ്ടിട്ട് ലിറ്ററലി പറയുകയാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്നു. അതെ, എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. നമുക്കത് ഒരാഴ്ചത്തേക്കുള്ള സാധനമാണ് നമ്മുടെ ബ്രെയിനിൽ. അയ്യോ അതെ അതെ, എനിക്കത് ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ചോദിക്കണം ഇങ്ങനെ വന്നിരിക്കുന്ന ടോപ്പിക്കായിരുന്നു. ശരിക്കും അതിനുശേഷം അല്ലാതെ മെസ്സേജ് എന്താ വന്നിട്ടുണ്ടായിരുന്നോ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതിനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് വ്യക്തമായിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും. മറിയം ഇങ്ങനത്തെ കോണ്ടന്റ്സ് എങ്ങനെ ചൂസ് ചെയ്യുന്നത്? ലൈക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് വരുമ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ, ഞാൻ വ്യക്തമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നു. ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യുന്നത് ക്രിക്കറ്റ് അല്ലാതുള്ള ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? തന്നെയാണ്, സ്വന്തമായിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ ഷനുവേട്ടൻ വരും, ഈ സമകാലീന വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഷനുവേട്ടൻ കൊണ്ടുവരും. ബിക്കോസ് ഞാൻ സംസാരിക്കുമെന്ന് ഷനുവേട്ടൻ അറിയാവുന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഷനുവേട്ടൻ പറയും മോൾ ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയും. ഓക്കെ.